ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയതിന് ശേഷം ഒരു ഇടവേളയിൽ ഒരു ഹണിമൂൺ പീരീഡ് ആയിരുന്നു രാജ്ഭവനും സർക്കാരും തമ്മിൽ, അഥവാ ഭരണപക്ഷവും സർക്കാരും തമ്മിൽ, എന്നാൽ ഗവർണറും തമ്മിൽ. ഇന്നിപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഹിന്ദുസ്ഥാൻ ടൈംസിന് കൊടുത്ത അഭിമുഖമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതിയുടെ വിധിയെ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു എന്ന മട്ടിൽ, അഥവാ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതി ഭരണഘടനാ ഭേദഗതി സുപ്രീം കോടതി വിധിയിലൂടെ വരേണ്ടതല്ല എന്ന ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനോടാണ് ഇപ്പോൾ CPM-ഉം CPI-യും കോൺഗ്രസും ഒരേ തരത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. വീണ്ടും ഒരു ഏറ്റുമുട്ടലിലാണോ പോകുന്നത്? പുതിയ പോർമുഖം തുറക്കുകയാണോ? വീണ്ടും പോരിനാണോ? നോക്കൂ, ഈ കാര്യത്തിനകത്ത് ഒരു നിഗൂഢമായ നീക്കം ഞാൻ സംശയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്നറിയാവോ? യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധയെ വഴിമാറ്റി സുപ്രീം കോടതിയുടെ അധികാരം എത്രത്തോളം ഉണ്ട് എന്നൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. അതൊരു നിഗൂഢമായ തന്ത്രമാണ്. കാരണം എന്താ, സുപ്രീം കോടതിയുടെ വിധി തങ്ങൾക്കെതിരാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നൊരർത്ഥത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റിയാൽ യഥാർത്ഥ പ്രശ്നം കുറേ കാലത്തേക്കെങ്കിലും ചർച്ചയല്ലാതായി മാറിത്തീരും. അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താ നമുക്കൊക്കെ അറിയാമല്ലോ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് മുകളിൽ എത്ര കാലമാണ് അടയിരുന്നിട്ടുള്ളതെന്നേ. അതല്ലേ അടിയന്തര പ്രശ്നമായിട്ട് സുപ്രീം കോടതി പരിഗണിച്ചത്. അതിൻ്റെ മേലല്ലേ സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഒരു ഉത്തരവുണ്ടായത്. ആ ഉത്തരവ് അവർക്ക് പ്രഖ്യാപിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരമുണ്ടോ എന്ന വിഷയത്തിലേക്ക് ചർച്ച മാറ്റുമ്പോൾ ഈ ഗവർണർമാർ ഇത്രയും കാലം ഓരോ ബില്ലുകൾക്ക് മേലും അടയിരുന്ന പ്രശ്നത്തെ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് തന്ത്രപരമായൊരു നീക്കമാണെന്ന്. ഞാനൊരു കണക്ക് പറയാമല്ലോ. ഇപ്പോൾ കേരളത്തിലെ ഗവർണർ എത്ര ബില്ലാണ് പിടിച്ചു വെച്ചത്? 7 ബില്ലുകൾ പിടിച്ചു വെച്ചു. തമിഴ്നാട്ടിലെ ഗവർണർ എത്ര ബില്ലാണ് പിടിച്ചു വെച്ചത്? 12 ബില്ലുകൾ പിടിച്ചു വെച്ചു. തെലങ്കാനയിലെ ഗവർണർ എത്ര ബില്ലാണ് പിടിച്ചു വെച്ചത്? 10 ബില്ലുകൾ പിടിച്ചു വെച്ചു. ഇനി ഇതിൻ്റെ കാലഗണനയൊന്ന് നോക്കിക്കേ. എത്ര കാലമാണ് ഇതിൻ്റെ മുകളിൽ ഈ ഗവർണർമാർ അടയിരുന്നത്? കേരളവും തമിഴ്നാടും അതേപോലെ തന്നെ തെലങ്കാനയും ഒക്കെ പാസ്സാക്കിയ ബില്ലുകൾ അയച്ചു കൊടുത്തിട്ട് 1 വർഷം മുതൽ 3 വർഷം വരെയാണ് ബില്ലുകൾക്ക് മുകളിൽ നിശബ്ദരായിട്ട് ഈ ഗവർണർമാരിരുന്നത്. 3 വർഷം ഒരു ചെറിയ പീരീഡാണോ? ഒരു ഭരണത്തിലേക്ക് വരുന്ന സർക്കാരിൻ്റെ ആകെ കാലാവധി എത്രയാ? 5 വർഷമാണ്. ഈ 5 വർഷത്തിനകത്ത് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ, ആ നിയമനിർമ്മാണങ്ങൾ രാജ്ഭവൻ പിടിച്ചു വയ്ക്കുകയും 3-4 വർഷം കഴിഞ്ഞാലും അക്കാര്യത്തിൽ തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്താൽ ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുമോ? അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ? എന്താണ് ഒരു സർക്കാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? നമുക്കറിയാമല്ലോ, ഒരു സർക്കാർ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിലുള്ളത്, അല്ലേ? ഇപ്പോൾ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ജനങ്ങളുടെ വോട്ട് നേടി ഭൂരിപക്ഷം നേടിയാണ് അവർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഓരോ പാർട്ടിയും എന്താ ചെയ്യുക? ആ ജനങ്ങളോട്, വോട്ടർമാരോട് അവർക്ക് മുമ്പിൽ ഒരു മാനിഫെസ്റ്റോ വയ്ക്കും, അല്ലേ? ആ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നവർ വാഗ്ദാനം കൊടുക്കും. ആ വാഗ്ദാനങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തും. അതിൽ മെച്ചപ്പെട്ട വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകളെ അവർ വിജയിപ്പിച്ചു കൊണ്ടുവരും. അവരുടെ രാഷ്ട്രീയം അതാണ്. അങ്ങനെ വിജയിപ്പിച്ച് അധികാരത്തിലേറ്റുന്ന സർക്കാരുകൾ, അവർക്ക് തിരിച്ച് ജനങ്ങളോടൊരു ബാധ്യതയുണ്ട്, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്? തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, തങ്ങൾ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വാഗ്ദാനങ്ങൾ നടപ്പാക്കി കൊടുക്കണമെങ്കിൽ അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണം. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഒരു മാനിഫെസ്റ്റോയുടെ പുറത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധികാരത്തിൽ ഏറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് സർക്കാരിനുള്ളത്, മന്ത്രിസഭയ്ക്കുള്ളത്. അതിൻ്റെ ഭാഗമായി അവർ നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തും. ആ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഒരു പോളിസി ടേക്കിംഗ് ഇനിഷ്യേറ്റീവാണ്. അത് നേരെ രാജ്ഭവനിലേക്ക് അയക്കണം എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് സർക്കാരിൻ്റെ ബാധ്യതയാണ്. രാജ്ഭവൻ ഇവിടെ എന്താ റോളുള്ളത്? 2-3 കാര്യങ്ങൾ രാജ്ഭവൻ ഇക്കാര്യത്തിൽ നോക്കാനുള്ളൂ. എന്താണ്? ഒന്ന്, ഈ പറയുന്ന അയച്ചിരിക്കുന്ന ബില്ല് അത് രാജ്യത്തെ ഭരണഘടനയ്ക്ക് നിരക്കുന്നതാണോ? അതാണ് ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ഈ ബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് ഒന്നാമതായി പരിശോധിക്കേണ്ടത്. 2, ഇത്തരത്തിലൊരു നിയമം നിർമ്മിക്കാൻ നിയമസഭയ്ക്ക് അവകാശമുണ്ടോ? അതായത് 2 നിയമനിർമ്മാണ സഭകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് സംസ്ഥാനത്ത് നിയമസഭയും, 2 രാജ്യത്ത് പാർലമെൻറ്റും. പാർലമെൻറ്റിൻ്റെതായിട്ടുള്ള അധികാരങ്ങളുണ്ട്, നിയമസഭയ്ക്ക് നിയമസഭയുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോച്ച് ചെയ്യാൻ പാടില്ല, കടന്നു കയറാൻ പാടില്ല. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറുന്ന ഒരു ബില്ലാണോ ഈ പറഞ്ഞിരിക്കുന്ന നിയമസഭ പാസ്സാക്കിയിരിക്കുന്നത്? ഇതാണ് രണ്ടാമത് പരിശോധിക്കേണ്ടത്. മൂന്നാമത് പരിശോധിക്കേണ്ടത് ഫെഡറൽ തത്വങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ അടുത്തൊരു വലിയ സമരം കർണാടകയിലുണ്ടായി. എന്താ സമരം എന്നറിയാമോ? കാവേരി ജലം കർണാടക സർക്കാർ തമിഴ്നാടിന് വിട്ടുകൊടുക്കുന്നതിനെതിരായിട്ട് ഒരു സിറ്റിൻ ധർണ നടത്തി BJP. അവിടെ ആരാണ് നേതൃത്വം കൊടുത്തത്? BS യെദ്യൂരപ്പ എന്ന് പറയുന്ന BJPയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള യെദ്യൂരപ്പ പോയിട്ട് ഈ കർണാടക സർക്കാരിൻ്റെ ക്യാബിനറ്റ് ആസ്ഥാനത്ത് പോയി ധർണയിരുന്നു. BJP പ്രവർത്തകർ
മുഴുവൻ തന്നെയായിരുന്നു. എന്താണ് അവർ ഉന്നയിച്ച കാര്യം? അവിടെ തമിഴ്നാടിൻ്റെ ഏജന്റുമാരായിട്ട് സിദ്ധരാമയ്യയും DK ശിവകുമാറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ റിസർവോയറൊക്കെ ജലസംഭരണികളൊക്കെ വറ്റി വരണ്ടിരിക്കുമ്പോൾ കാവേരിക്ക് ജലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, തമിഴ്നാട്ടിലെ കാവേരിക്ക് ജലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആവശ്യപ്പെട്ടത്. ശരി, സിദ്ധരാമയ്യയും ശിവകുമാറും കോൺഗ്രസും കൂടി ഒരു തീരുമാനം എടുക്കുന്നു. BJP എന്തായാലും അവർക്ക് വെള്ളം വിട്ടുകൊടുക്കരുതെന്ന് ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിയമസഭ വിളിച്ചു കൂട്ടുന്നു. നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് കാവേരി വാട്ടർ തമിഴ്നാടിന് കൊടുക്കുന്നില്ല എന്നൊരു നിയമം അങ്ങ് പാസ്സാക്കുന്നു എന്ന് വിചാരിക്കാതെ എൻറ്റയർ ലെജിസ്ലേറ്റീവ് അസംബ്ലി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു വിചാരിക്കുക. അവിടുത്തെ ഗവർണർക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? ഒപ്പിടാൻ പറ്റുമോ? ഇല്ല. ഗവർണർ ഇനി അത് രാഷ്ട്രപതിക്ക് അയച്ചാൽ രാഷ്ട്രപതിക്ക് ഒപ്പിടാൻ പറ്റുമോ? ഒപ്പിടാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് ഗവർണർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിനപ്പുറത്തൊന്നും ഗവർണർക്ക് നിർവഹിക്കാനില്ല. ഇനി ഇത് തന്നെ പലപ്പോഴും ഈ പറയുന്ന ബില്ലുകളുടെ മുകളിൽ ഇങ്ങനെ നിരന്തരമായി അടയിരിക്കുന്ന പ്രശ്നം എത്ര പ്രാവശ്യം സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിട്ടയർ ചെയ്തു പോയ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിൻ്റെ ബെഞ്ച് എന്താ പറഞ്ഞത്? നിങ്ങളിങ്ങനെ ഈ പറയുന്ന ഭരണഘടനയിലെ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള വിഷയം എടുത്ത് വെച്ചുകൊണ്ട് കളിക്കരുത്, ഈ സമയമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നുള്ള ചന്ദ്രചൂഡ് പറഞ്ഞല്ലോ. പിന്നെ അവിടെ നിങ്ങോട്ട് എത്ര ജഡ്ജിമാർ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ടൊന്നും ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ. ഈ പറയുന്ന തമിഴ്നാട്ടിലെ ഗവർണർ എന്തെങ്കിലും ഒരു ബില്ല് പാസ്സാക്കിയോ? ആകെപ്പാടെ അതിനെ അനുസരിച്ചത് തെലങ്കാന ഗവർണർ മാത്രമാണ്. തെലങ്കാന ഗവർണർ പിന്നെ ഈ പറയുന്ന സുപ്രീം കോടതിയിൽ നിന്ന് ഇതുപോലെ ഒരു നിർദ്ദേശം വന്ന സമയത്ത് രാത്രിയിൽ 10 ബില്ലുകൾ ഒപ്പിട്ട് കൊടുത്തു. മറ്റൊരു സംസ്ഥാനത്തും ഇത് സംഭവിച്ചില്ല. അപ്പോൾ എന്താണ് അവസാനം നിവൃത്തി കെട്ടിട്ടാണ് ഈ പറയുന്ന സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം, അത് ഡിവിഷൻ ബെഞ്ചാണ്, 2 പേരുടെ ബെഞ്ചാണ്, ഒക്കെ ശരിയാണ്, ഒരു സമയപരിധി നിശ്ചയിച്ചു കൊടുക്കുന്നത്. അപ്പോഴും നമ്മളെടുത്ത നിലപാടെന്താണ്? അത് ഫെഡറൽ തത്വത്തിൻ്റെ ഉയർത്തിപ്പിടിക്കലാണ്. സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തിലേക്ക് രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ഗവർണർമാരെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഗവർണർമാർ അതിൻ്റെ ചട്ടുകങ്ങളായി നിന്നു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും, സംസ്ഥാനത്തെ ജനങ്ങളുടെ വില്ലാണ് ഒരു സർക്കാർ എന്ന് പറയുന്നത്, ആ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ നിയമനിർമ്മാണങ്ങളും നടത്തുന്നത്, അതിന് മാൻഡേറ്റ് ലഭിച്ചവരാണ് അവർ. അപ്പോൾ ആ അർത്ഥത്തിൽ ജനങ്ങളുടെ ആ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒരു സംസ്ഥാന നിയമസഭ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം വരുത്താതിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. അതാണ് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചത്. എന്ന് മാത്രവുമല്ല, ഇതിങ്ങനെ അനന്തകാലം മുന്നോട്ട് പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു നിയമനിർമ്മാണവും ഒരു സംസ്ഥാനത്ത് നടക്കത്തില്ലെന്നേ. അതായത് കേന്ദ്ര സർക്കാരിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഗവർണർമാരെ വെച്ച് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. ചുരുക്കത്തിൽ എന്താ സംഭവിക്കുക? ഒരു നയവും ഒരു പദ്ധതിയും ഒരു സർക്കാരിന് നടപ്പാക്കാൻ കഴിയാതെ വരും. അങ്ങനെ നടപ്പാക്കാൻ കഴിയാതെ വന്നാൽ ആ സർക്കാർ ജനപ്രിയ സർക്കാർ അല്ലാതായി മാറിത്തീരും. അങ്ങനെ ഒരു സർക്കാരിനെ ജനപ്രിയമല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഭരണഘടനയുടെ മറവിൽ ശ്രമങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക ഒറ്റുകൊടുക്കലാണ്. അത് തന്നെ കൃത്യമായിട്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ബില്ല് പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയ പരിഗണന ഉണ്ടാകരുതെന്നുകൂടി ആ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാനങ്ങളിൽ ഈ ഗവർണർമാരുടെ ഇടപെടലുകളിൽ മടുത്തിട്ടാണ് പല നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന സമയപരിധി നിശ്ചയിച്ചുള്ളത്. അപ്പോൾ സമയപരിധി നിശ്ചയിച്ചപ്പോൾ എന്താ പറയുന്നത്? അത് പാർലമെന്റ് അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പാർലമെന്റ് അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ എതിർക്കുന്നുവെങ്കിൽ ഒരു നിയമസഭയുടെ അധികാരത്തെ കൂടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കണ്ടേ? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. നിയമസഭ കൃത്യമായി ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ള സ്ഥലമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടൊരു ഗവർണർ നിലപാടെടുക്കുകയും ഗവർണറുടെ ആ നിലപാട് ശരിയല്ല എന്ന് പറയുന്ന സുപ്രീം കോടതി പാർലമെന്റ് അധികാരത്തിലേക്കാണ് കടന്നു കയറുന്നത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ടല്ലോ. ആ ഇരട്ടത്താപ്പ് അനുവദിക്കാൻ കഴിയില്ല. ഇതൊരു നിയമപ്രശ്നമാണെങ്കിൽ നിയമപരമായിട്ട് പോരാടുന്നത് ശരിയാണ്. പല നിയമവിദഗ്ധരും പറഞ്ഞിട്ടുണ്ട്. 145 വകുപ്പ് പറയുന്നുണ്ട് ഒരു ഭരണഘടനയെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന് കഴിയും. പക്ഷേ ആ ഭരണഘടനയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ അത് ലാർജർ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക്, മിനിമം 5 അംഗങ്ങളും ഉള്ള ലാർജർ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വിടണമായിരുന്നു. അത് വിടുന്നതിന് പകരം 2 പേരിരുന്നിട്ടാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഈ ആർലേക്കർ പിടിച്ചിരിക്കുന്നത്. ഈ 2 പേരിരുന്നിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഈ ചോദ്യം ഉയരുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചതാരാണെന്നുള്ള പ്രശ്നമുണ്ട്. അതാണ് ഇവിടെ മറച്ചു വയ്ക്കപ്പെടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതി ഇക്കാര്യത്തിനകത്തൊക്കെ നിയമപരമായിട്ടുള്ള ഫൈറ്റുകൾ നടക്കട്ടെ. എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് നിങ്ങൾ വിജയിക്കുകയോ തോൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഇടപെടലിന് സുപ്രീം കോടതിയെ നിർബന്ധിതമാക്കിയ ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗവർണർമാർ ഈ പ്രധാനപ്പെട്ട ബില്ലുകളുടെ മുകളിൽ നിശബ്ദത പാലിച്ച് വർഷങ്ങളോളം ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഓരോ സംസ്ഥാനത്തും. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഭരണപ്രതിസന്ധി ഉണ്ടാക്കാൻ നിങ്ങൾക്കാരാണ് റൈറ്റ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഫെഡറൽ പ്രിൻസിപ്പിൾ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിനൊപ്പമാണ് ഞാൻ, ആ നിയമനിർമ്മാണത്തിനൊപ്പമാണ് ഞാൻ നിശ്ചയമായും രാജ്യത്ത് സംഭവിക്കേണ്ട ഭരണഘടനാ പരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടങ്കോലിടാൻ ശ്രമിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ബാധ്യതപ്പെട്ടൊരു നിയമവ്യവസ്ഥ തന്നെയാണ് ഇന്ത്യയിലുള്ളത്. ആ നിയമവ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഞാൻ വിചാരിക്കുന്നതേയില്ല സുപ്രീം കോടതി ഭയങ്കരമായിട്ട് കയറി പാർലമെന്റ് അധികാരത്തിലേക്ക് അങ്ങ് ഇടപെട്ടു എന്ന്. ഗവർണർ അധികാരത്തിൽ
കാര്യത്തിലേക്ക് ഇടപെട്ടുവെന്ന് ഗവർണർക്കെല്ലാം അധികാരമൊക്കെ നിർത്തിക്കൊണ്ട് ഒരു സമയപരിധി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഈ രാജ്യത്ത് കാര്യങ്ങൾ നടന്നു പോവുക, രാജ്യത്ത് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ അത് ഓരോ സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക, ആ സതുദ്ദേശത്തോടു കൂടിയാണ് ഈ ജഡ്ജ്മെൻറ്റ് വന്നത്. അതുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് വന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ്, ഇതൊരു സുവർണ്ണ നിമിഷമാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോഴും ഞാൻ അപ്ഹോൾഡ് ചെയ്യുന്നു, ഈ സുപ്രീം കോടതിയുടെ ഈ പറയുന്ന സമയം നിശ്ചയിച്ച് നൽകിയ നടപടി ശരി തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം സുപ്രീം കോടതിയെ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അവിടെ നിന്ന് ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് സുപ്രീം കോടതിയുടെ അധികാരത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടത്തുന്ന യഥാർത്ഥത്തിൽ ശരിയായ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ അകറ്റിക്കൊണ്ട് സുപ്രീം കോടതി എന്തോ പാർലമെന്റിന് മുകളിൽ സ്വയം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. അതൊരു നിഗൂഢമായ തന്ത്രമാണ്, അതൊരു നിഗൂഢമായ നീക്കമാണ്. അതെല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ വിധി ശരിയായ വിധിയാണ്. പിന്നെ വീണ്ടും പോര് തുറക്കാനാണോ എന്ന ചോദ്യത്തിന് ആർലേക്കർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ അധികാരപരിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഇംപ്ലിസിറ്റ് ആയ ഒരു കാര്യമുണ്ട്. അതായത് സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിയമക്കുറിക്കിലേക്ക് പോകും, ഞാൻ എന്തായാലും പഴയ ഗവർണറുടെ നിലപാട് തുടരും, ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് CPM മറുപടി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ പോലിലേക്കാണ് പോകുന്നതെങ്കിൽ വീണ്ടും നമ്മളുടെ സംസ്ഥാനത്തെ ഒരു ഭരണനിർവഹണ സംവിധാനം പ്രതിസന്ധിയിലേക്ക് പോകുന്നു, അത് വീണ്ടും പോരാട്ടത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു മീനിങ് ആർലേക്കർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നേർക്കുനേർ പോരാട്ടത്തിനുള്ള അടുത്ത ഒരു അധ്യായത്തിൻ്റെ തുടക്കമാണ് എന്നുകൂടിയാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.